ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ അടിപൊളി റെസിപ്പി എന്ന് പറയുന്നത് ഒരു ലഞ്ച് കോംബോ ആണ് കേട്ടോ. നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കാസർഗോഡ് സ്പെഷ്യൽ ബീഫ് പള്ളിക്കറിയാണ് കേട്ടോ. ഈ ഒരു ബീഫ് പള്ളിക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അവരൊരു എന്താ പറയുക, ഒരു സിഗ്നേച്ചർ ഡിഷ് തന്നെയാണെന്ന് പറയാം കാസർഗോഡുള്ള. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് പള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് കാണിക്കുക. അപ്പോൾ 2 കിലോ ബീഫാണ് എടുത്തത്. എല്ലോട് കൂടിയുള്ള ബീഫ് കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ചത്. അധികം ചെറുതല്ല, കുറച്ചൊരു വലിയ പീസായിട്ട്. ഇനി ഇതിലേക്ക് 2 കിലോൻ്റെ അളവാണ് പറയുന്നത്. ഒരു 3 വലിയ സൈസുള്ള ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ മുറിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്നിച്ചാണ് ഇടേണ്ടത്, തീ കത്തിക്കണ്ട. പിന്നെ വേണ്ട എരിവിന് കുറച്ച് പച്ചമുളക് വേണം. ഒരു 5-6 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 വലിയ സൈസുള്ള തക്കാളി മുറിച്ചിട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അതൊരു 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ മല്ലിച്ചപ്പ് അരിഞ്ഞതും അതും ഒന്നിച്ച് തന്നെ ഇല കൂടുതൽ അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് പൊടികളാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി ഇടുന്നത്. നിങ്ങൾക്ക് 3-4 ഒക്കെ ഇടണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതന്നെ അത്യാവശ്യം സ്പൈസിയാണ്. 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുത്തതാണ്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ മതി കേട്ടോ. 2 കിലോൻ്റെ ബീഫിൻ്റെ അളവാണ് പറയുന്നത്. 1.5 മതി, കാരണം നമ്മളത് അരക്കാനും ഉണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വിനെഗറാണ്, നമ്മളെ സുർക്ക, ഒരു 2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഇതിൽ വെളിച്ചെണ്ണ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കണം കേട്ടോ, പശു നെയ്യ്. പിന്നെ വേണ്ടത് കുറച്ച് ഓയിലും കൂടി വേണം. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഒരു 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് കൈ ഉപയോഗിച്ച് കുഴക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ കൈക്ക് മുറിവുള്ളതുകൊണ്ട് ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യാമെന്ന് പറയില്ല, അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൽ നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ മാത്രം ചേർക്കട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഞാനിപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്ലേവറിലേക്ക് ഞാൻ മാറ്റിയതാണ്. അത് മാത്രം, വേറെ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. ആ ഒരു ഗീ ചേർക്കുന്നത് മാത്രമാണ് മാറ്റം വരുത്തിയത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. പണ്ട് ഇതിൻ്റെ ഒരു ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിറകടുപ്പിൽ 1 മണിക്കൂർ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. നമ്മളിവിടെ അത് കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ മൂടി വെച്ചിട്ട് അരമണിക്കൂറാണ് ഞാനിതിവിടെ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു അരമണിക്കൂർ ഇതിൽ ഫസ്റ്റ് ഒന്ന് ചൂടായാൽ സ്ലോ ആക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ അതാ നമ്മൾ ഒന്ന് കുറച്ച് വറുക്കാനുണ്ട്. ഇതിൻ്റെ ഒരു വറവുണ്ട്. അപ്പോൾ അത് പാനിലേക്ക്, ചൂടായ പാനിലേക്ക് ഒരു 1/4 കപ്പ് പച്ചമല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകം. അതിൻ്റെ നേർ പകുതി 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ. ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു മല്ലിയൊക്കെ ഒന്ന് പൊട്ടി വരും. അതുവരെയാണ് ഇതൊന്ന് വറുത്തെടുക്കേണ്ടത്. കരിഞ്ഞു പോകാൻ പാടില്ല, കളറും മാറാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് എരിവില്ലാത്ത മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വറ്റൽമുളക്, സാധാരണ വറ്റൽമുളകല്ല, നമ്മളെ കാശ്മീരി വറ്റൽമുളക്. അതൊരു 10 വരെയൊക്കെ ചേർത്ത് കൊടുക്കുക 2 കിലോയിലേക്ക് കേട്ടോ. എന്നിട്ട് ആ ഒരു മുളകൊക്കെ ഒന്ന് ചൂടാകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മുളകൊക്കെ ഒന്ന് ചൂടായിക്കോട്ടെ. ഇപ്പോൾ അത് നന്നായിട്ട് മുളകൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ മല്ലിയൊന്നും കരിഞ്ഞും പോകരുത്. ഇതിന് ഇതാ തീ ഓഫ് ചെയ്യുക. ഇതിന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ അരക്കാനുള്ള വേറൊരു ഇത് എന്ന് പറഞ്ഞാൽ 1 കപ്പ് തേങ്ങയാണ് എടുത്തത് കേട്ടോ. ഒരുപാട് തേങ്ങ വേണ്ട. 2 കിലോയിലേക്ക് 1 കപ്പാണ് ഞാൻ തേങ്ങ എടുത്തത്. എന്നിട്ട് ഇതും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. തീ കൂട്ടി വെക്കരുത്. അങ്ങനെ തീ കൂട്ടി വെച്ചാൽ ടേസ്റ്റ് വേറെയാണ് വരിക കേട്ടോ. എന്താ സിമ്മിലാണ് ഞാൻ ഇട്ട് വെച്ചത്. എന്നിട്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് വറുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആവേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നാണ് കുറച്ചും കൂടി. ഇപ്പോൾ അതാ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനിയും കൂടുതലായാൽ അടിയിലുള്ള തേങ്ങയൊക്കെ കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വറുത്ത് വെച്ചത് കൊണ്ട് ഈ ഒരു തേങ്ങ രണ്ടും ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത് രണ്ടും ചൂടാറിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇനി മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം തീരെ തുടരുതേ. ഇപ്പോൾ അത് വെള്ളം ചേർക്കാണ്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം തന്നെ ഒരു തേങ്ങ അരക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു എണ്ണ ഇറങ്ങി വരും. ഈ ഒരു രീതിയിൽ കേട്ടോ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തത്. ഇങ്ങനെയാണ് വേണ്ടത്. ഇതിനിവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, നന്നായിട്ട് വെന്ത് നല്ല പാകത്തിൽ വെന്തിട്ടാണുള്ളത്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറഞ്ഞൊരു വെള്ളം ഇതിലുണ്ടാവും. ആ ഒരു വെള്ളം മതി കേട്ടോ. അതങ്ങനെ ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല ഈ ഒരു ബീഫ് പള്ളിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉള്ളി ഇതൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ മസാലകളും. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല ആണ് കേട്ടോ. ഒരു 2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് 2 കിലോ ബീഫിലേക്ക്. 1 കിലോ ആണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു ബീഫ് കറീൻ്റെ കളറും മാറും, ടെക്സ്ചറും മാറും, അതേപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലും എല്ലാം മാറും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റും ഒരു ഇതൊക്കെയാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇത് കളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല, നല്ലൊരു കളറും നല്ലൊരു കുറുകിയ ചാറോട് കൂടി വറ്റിച്ചെടുത്ത പോലാണ് ഇത് വരിക. ഇനിയിപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഓരോരുത്തരും ഉപ്പ് വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു പാകമാവും. ഇതിലങ്ങനെ ഒരുപാട് എണ്ണ നെയ്യോ ഒന്നും ഇല്ലാത്തൊരു കറിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് നല്ലൊരു മസാലയോട് കൂടിയിട്ടുള്ള നല്ലൊരു കറിയാണ്, നല്ലൊരു സ്പൈസിയാണ് കേട്ടോ. കുറച്ചൊരു എരിവോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നാണ്. ഇപ്പം മതി കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് പാകത്തിലായി വന്നാണ്. ഇത്രയും മതി, ഒരു 2 മിനിറ്റ് നേരം തിളച്ചാൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തിന്നാൻ വേണ്ടിയിട്ട് ഞാനൊരു നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിക്കണ്, പാനല്ല നല്ല വലിയൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് നല്ല നെയ്യ് ഗീയാണ് ഇട്ട് കൊടുക്കണത്. അപ്പം നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് വേണം കേട്ടോ. കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, ഒരു ഏകദേശം കൈയളവാണ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. 5 മുതൽ 8 വരെ എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ആ ഒരു കൈയളവിൽ 3 കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഉള്ളിയാണ് ചേർക്കേണ്ടത്. ഒരു അത്യാവശ്യം മീഡിയത്തിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ സൈസ് ഒരു ഉള്ളിയാണ് എടുത്തത്. എന്നിട്ട് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് അങ്ങ് കളർ മാറണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ ഉള്ളി. ഇപ്പോൾ അതാ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്, ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 6 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തത്. നമ്മളെ കയമ എന്ന് പറയുന്ന അരി, നാട്ടിലത്തെ അരിയാണ്. അപ്പോൾ ഒരു 6 കപ്പാണ് ഞാൻ എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാൻ വറുത്തിട്ടാണ് വെക്കുന്നത്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു അരിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ട് ഒന്ന് വറന്ന് വരണം. അപ്പോൾ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതിൻ്റെ 1.5 ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 9 ഗ്ലാസ് അരി 9 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചെടുത്തത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോ അരിക്കും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചില അരി 1.5 മതിയാവില്ല, ചിലപ്പോൾ 1.25 വേണ്ടി വരും. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിനനുസരിച്ച് മനസ്സിലാവും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വേവൂല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 ടീസ്പൂൺ ഞാനിപ്പം ചേർക്കുന്നുണ്ട്. എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ നല്ലോണം തിളച്ചതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ ചോറും മസാലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. മസാല അല്ല, ബീഫ് പള്ളിക്കറി. അടിപൊളി കറിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാനൊന്നും മറന്നു പോകരുത്. സൂപ്പർ ടേസ്റ്റിയാണ്. ഈ ഒരു നെയ്ച്ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഏറ്റവും പൊളി കോംബോ എന്ന് പറയുന്നത് ഈ ഒരു കറി തന്നെ ആയിരിക്കും. കുറച്ച് സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു കറി എന്ന് പറയുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.